കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വിശുദ്ധ ആരാധനാ ദിവസത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന വലിയ കൃപകളെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവ് തൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ നമ്മെ ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുന്നമേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. തന്നോട് കൂടെ ആയിരിക്കാൻ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കാലത്തിൻ്റെ സമ്പൂർണതയിൽ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്നത് വിശ്വസിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ നമ്മൾ വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. അവൻ്റെ രക്തത്താൽ നമുക്ക് പാപമോചനം കർത്താവ് നൽകിയിരിക്കുന്നു. സൗജന്യമായത്രേ കർത്താവ് നമ്മെ നീതീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. കർത്താവ് നമ്മുടെ ശിക്ഷാവിധികൾ ക്രിസ്തുവിൽ ചുമത്തപ്പെട്ടു. ഗ്ലോറി ടു ഗോഡ്. വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ നിത്യമായി ലജ്ജയിലേക്ക് മാറ്റപ്പെടത്തില്ല. അവരുടെ മുഖം കർത്താവിൻ്റെ വരവിൽ തേജസ്കരണം പ്രാപിക്കും. ഗ്ലോറി ടു ഗോഡ്. അവരുടെ മുഖം പ്രകാശിതമായി തീരും. ഗ്ലോറി ടു ഗോഡ്. നിത്യമായ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പാൻ ഇടയായിത്തീരും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, അതേ അന്ത്യകാലത്തിൽ സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന ആ വാഗ്ദത്ത പ്രകാരം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്ന ആ സന്തോഷം. ഗ്ലോറി ടു ഗോഡ്. പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവസിക്കുമ്പോൾ സ്വർഗീയമായ സന്തോഷം നമുക്കുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ നമ്മുടെ ജീവിതത്തിൽ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആത്മാവിൻ്റെ ഫലമുള്ളവരായി പുതുമനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവത്രേ. ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടു. പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഈ ദിവസങ്ങളിൽ നവീകരിച്ചു കൊണ്ടിരിക്കുന്നു. തൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ക്രിസ്തുയേശുവിൽ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ മഹാഭാഗ്യം ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പകർന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ദൈവിക അനുഗ്രഹം പ്രാപിച്ചവരാണ്. ഗ്ലോറി ടു ഗോഡ്. ആ പുത്രത്വത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ ഇരുന്ന് ആ ശരീരത്തിൻ്റെ തേജസ്കരണം പ്രാപിക്കേണ്ടുന്നതിന് ഒരു ഞരക്കം നമ്മുടെ ഉള്ളത്തിൽ തന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് കാത്തിരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മെ സഹായിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്ന വചനങ്ങളിലൂടെ ആ സ്വർഗീയമായ ദർശനങ്ങളെ കാണുവാനും വിശ്വസിപ്പാനും കാത്തിരിപ്പാനും ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വരവിൽ, ഗ്ലോറി ടു ഗോഡ്, തൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി തന്നിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മപകർച്ച പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ആ സ്വരൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെട്ട് എന്നേക്കുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഗ്ലോറി ടു ഗോഡ്. ദൈവം നമുക്ക് അല്ലെങ്കിൽ വച്ചിരിക്കുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട നിത്യ കനാൻ നമുക്ക് അവകാശമാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്വർഗത്തിൽ നിന്ന് പിതാവിനോട് കൂടെ ഇരുന്ന കർത്താവ് തൻ്റെ മഹിമ എല്ലാം വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, ശാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ കയറി നമ്മുടെ സകല ശിക്ഷാവിധിയും കർത്താവിൻ്റെ മേൽ ചുമത്തപ്പെട്ടു. മരണമെന്നുള്ള ശിക്ഷാവിധി കർത്താവ് ഏറ്റെടുത്തു. അവൻ, ഹല്ലേലൂയ, മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ്റെ പ്രത്യാശ ലഭിക്കുകയാണ്. പുതുജീവൻ്റെ പ്രത്യാശ നൽകുകയാണ്. ഇരുളിൽ നിന്ന് വെളിച്ചമുണ്ടാകട്ടെ എന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനത്തെ ഈ ദിവസങ്ങളിൽ തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് പകരപ്പെടുമ്പോൾ അതിലൂടെ അവർക്ക് നിത്യജീവൻ്റെ പ്രകാശം ലഭിക്കുകയാണ്. അവൻ്റെ വചനം നമുക്ക് കാലിന് ദീപമായി, നമ്മുടെ ജീവിതയാത്രയ്ക്ക് പാതയ്ക്ക് പ്രകാശമായി, നിത്യജീവനിലേക്കുള്ള യാത്ര
കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ, വചനത്തിലൂടെ ആ നിത്യജീവനിലേക്ക് യാത്ര ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ ഭൂമിയിൽ ഹല്ലേലൂയ ആരംഭിച്ച് നിത്യതയിൽ ചേർക്കപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ആ ശുശ്രൂഷയിലാണ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ദൈവസഭയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ വരവിൽ ദൈവസഭയെ ഒരുക്കിയെടുത്ത്, കർത്താവിൻ്റെ വരവിൽ ദൈവസഭയെ കർത്താവിനോടുകൂടി ചേർത്ത് കൊള്ളപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ദൈവസഭയിൽ വ്യാപരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. പരിശുദ്ധാത്മാവ് നവീകരിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വരവിൽ, കർത്താവിൻ്റെ മധ്യാകാശത്തിലെ വരവിൽ ദൈവസഭ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടും. ഗ്ലോറി ടു ഗോഡ്. ആ ചേർക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും കർത്താവ് കണക്കാക്കിയിരിക്കുകയാൽ ഗ്ലോറി ടു ഗോഡ് നമ്മുടെ ഹൃദയത്തിൽ അതിൻ്റെ സന്തോഷമുണ്ട്. ഗ്ലോറി. കർത്താവിനെ വിളിച്ചുവല്ലോ, ആ കനാനിലേക്കുള്ള യാത്രയിലേക്ക് ദൈവം എന്നെയും നടത്തുന്നല്ലോ. ആ നിത്യ കനാൻ നമുക്ക് അവകാശമായി തീരുവാൻ ഇടയായി തീരും. ഇസ്രായേൽ മക്കൾ മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ മരുഭൂ യാത്രയിൽ അനേകർ അവരുടെ വിശ്വാസം എന്ത് ചെയ്തു? അത് കണ്ടിന്യൂ ചെയ്യാൻ എന്ത് ചെയ്തില്ല, കഴിയാതെ അവർ മരുഭൂമിയിൽ എന്ത് ചെയ്തു? പട്ടുപോയി. കർത്താവ് വിളിച്ചു പറഞ്ഞു, ഞാനോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന സാക്ഷാൽ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇസ്രായേൽ മക്കൾ ആകാശത്തിൽ നിന്ന് പൊഴിഞ്ഞ മന്ന അവർ ഭക്ഷിച്ചുവെങ്കിൽ ആ മന്ന അവർ ഭക്ഷിച്ച് അവരെന്ത് ചെയ്തു? പട്ടുപോയി. യേശു വിളിച്ചു പറഞ്ഞു എന്താണ്? ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന സാക്ഷാൽ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. എന്നെ തിന്നുന്നവൻ എന്ന് പറയുമ്പോൾ എൻ്റെ വചനത്തെ ഉൾക്കൊള്ളുന്നവൻ, വചനത്തെ ഉൾക്കൊള്ളുന്നവൻ വചനത്താൽ നിത്യതയിൽ കടക്കും. നിത്യജീവനിൽ കടക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനത്തെ എന്ത് ചെയ്യണം? ഉൾക്കൊള്ളണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് കഴിഞ്ഞ ചില നാളുകളായിട്ട് നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് ചിന്തിപ്പാൻ ഇടയാകുന്നത്, ധ്യാനിപ്പാൻ ഇടയാകുന്നത്. അതിൽ 8 പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ചാണ് നമുക്ക് ചിന്തിച്ചു കൊണ്ടിരിക്കാൻ ഇടയാകുന്നത്. ഹാബേലിനെ കുറിച്ചും, ഹാനോക്കിനെ കുറിച്ചും, നോഹയെക്കുറിച്ചും, അബ്രഹാമിനെ കുറിച്ചും, ഇസഹാക്കിനെ കുറിച്ചും, യാക്കോബിനെ കുറിച്ചും, യോസേഫിനെ കുറിച്ചും നമുക്ക് ധ്യാനിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. വീണ്ടും നമുക്ക് ഇനി ചിന്തിപ്പാനുള്ളത് മോശയെ കുറിച്ചുള്ളതാണ്. വിശ്വാസ നായകൻ, ഗ്ലോറി ടു ഗോഡ്. കനാനിലേക്ക് ഇസ്രായേൽ മക്കളെ നയിച്ച നായകൻ മോശ. അക്ഷരികമായ ഇസ്രായേലിനെ അക്ഷരികമായ കനാനിലേക്ക് നയിച്ചുവെങ്കിൽ നമ്മുടെ അരുമനാഥനായ കർത്താവ് ആത്മ കനാനിലേക്ക് നമ്മെ എന്ത് ചെയ്യുന്നു? നയിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകൻ ക്രിസ്തുവാണ്. ഗ്ലോറി ടു ഗോഡ്. പഴയ നിയമ കാലഘട്ടത്തിൽ പുറപ്പെടുമ്പോൾ, പുറപ്പാട് പുസ്തകം മുതൽ നമ്മൾ നോക്കുമ്പോൾ, ദൈവജനം പുറപ്പെട്ടു പോകുമ്പോൾ ആ പുറപ്പെട്ടു പോകുവാൻ തക്കവണ്ണം ജനത്തെ ഒരുക്കിയെടുക്കേണ്ടുന്നതിന് കനാനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ദർശനത്തിലൂടെ ജനത്തെ നയിക്കേണ്ടുന്നതിന് ജനത്തിന് മുൻപിൽ ഒരു നായകനുണ്ടായിരുന്നു. ആ നായകനാണ് മോശ. ആ മോശയോട് ദൈവം എന്ത് ചെയ്യുന്നു? തൻ്റെ അരുളപ്പാടുകൾ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. മോശയോട് ദൈവം മുഖാമുഖമായിട്ട് എന്ത് ചെയ്യുന്നു? ദൈവം സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു സുഹൃത്തിനെ പോലെ ദൈവം മോശയോട് എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. ദൈവം എത്ര നമ്മുടെ ജീവിതത്തെ തന്നോട് ചേർത്തണച്ചു വച്ച് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. മോശയ്ക്ക് ആ അനുഭവം എന്ത് ചെയ്തു? ലഭിച്ചു. ദൈവം ഹൃദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ഹൃദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. ആ കനാനെ കുറിച്ചിട്ടുള്ള ദർശനം മോശയ്ക്ക് ദൈവം എന്ത് ചെയ്യുന്നു? കൊടുക്കുകയാണ്. 11-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചത്, അടിസ്ഥാനങ്ങളുള്ളതായ നഗരത്തിന് വേണ്ടി കാത്തിരുന്ന ഭക്തന്മാരെ കുറിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ മനസ്സിലാക്കും. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നിത്യ കനാനെ കുറിച്ച് ഭൂമിയിൽ ജീവിച്ചിരുന്ന കേവലം 70, 80, 100 വയസ്സുവരെ ആയുസുള്ള മനുഷ്യൻ
നിത്യനായ ദൈവത്തെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് അവൻ്റെ ആയുസ്സിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റി? അറിയുവാൻ, അനുഭവിപ്പാൻ, വിശ്വസിപ്പാൻ എന്ത് ചെയ്തു? കഴിഞ്ഞു. ഭൂമിയിലുള്ള സകല കാര്യവും ദൈവമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സൃഷ്ടിച്ചിരിക്കുന്നത്. ആ 11-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. എല്ലാവരും ലോകം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ഈ കാണുന്ന ലോകത്തെ ദൈവമാണ് സൃഷ്ടിച്ചത് എന്നുള്ള കാര്യം വിശ്വാസത്താൽ നാം എന്ത് ചെയ്യുന്നു? അറിയുന്നു. വിശ്വാസത്താൽ പൂർവന്മാർ മറ്റൊരു കാര്യം കൂടെ അറിഞ്ഞിരുന്നു. എന്തായിരുന്നു മറ്റൊരു കാര്യം? 10-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരം എന്നുള്ളതും കൂടി അവർക്ക് കാണാൻ എന്ത് ചെയ്തു? ഇടയായി തീർന്നു. അത് സ്വർഗീയ കനാനെ കുറിച്ചാണ് അവർക്ക് കാണുവാൻ ഇടയായത്. ഭൂമിയിൽ പാർക്കുന്ന പരിമിത മണ്ഡലത്തിൽ വസിക്കുന്ന മനുഷ്യന് അപരിമിത മണ്ഡലത്തിൽ നിന്ന് വെളിപ്പെട്ട ദൈവം താനായിരിക്കുന്ന സ്വർഗീയമായ അടിസ്ഥാനമുള്ളതും നിലനിൽക്കുന്നതും നശിച്ചു പോകാത്തതുമായ നിത്യമായ ഭവനത്തെക്കുറിച്ച് ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റി? കാണാൻ കഴിഞ്ഞു. ഇവിടെ നമ്മൾ വായിച്ച 3-ാം വാക്യത്തിൽ ഈ കാണുന്ന ലോകത്തിന്, കാണാൻ കഴിയുന്ന ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറും. ദൃശ്യമാകാത്തതിനെ കൊണ്ടാണ് ഈ കാണുന്ന ലോകത്തെ എന്ത് ചെയ്തിരിക്കുന്നത്? സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവവചനം അത് പൂരിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്താൽ, ദൈവത്തിൻ്റെ വായിലെ ശബ്ദത്താൽ, കൽപ്പനയാൽ ഇല്ലായ്മയിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? വിളിച്ചു വരുത്തി. ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ആറ്റം തിയറിയിലൂടെയാണ് ഈ കാണുന്ന കാര്യം എല്ലാം എന്ത് ചെയ്യുന്നത്? ദൃശ്യമാക്കപ്പെട്ടിരിക്കുന്നത്. ആറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതല്ല, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നതല്ല. വചനം ഇവിടെ നേരത്തെ വെളിപ്പെടുത്തി വച്ചിരിക്കുന്നു. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ഈ ലോകം ദൈവത്തിൻ്റെ വചനത്താൽ എന്ത് ചെയ്തിരിക്കുന്നു? സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ശാസ്ത്രലോകം ആറ്റം വരെ എന്ത് ചെയ്തിരിക്കുന്നു? എത്തിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ ശക്തി എവിടെ നിന്നാണ് വന്നത് എന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണാൻ കഴിയുന്നില്ല. കാണാത്ത കാര്യത്തെ കൊണ്ടാണ്, അതായത് ആറ്റംസിനാലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ദൃശ്യമായ കാര്യത്തെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ എന്ത് ചെയ്തു? കഴിഞ്ഞു. എന്നാൽ അതിനപ്പുറത്ത് ഈ ശക്തി എവിടെ നിന്ന് വന്നു എന്നുള്ളത് പൂരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ഇവിടെ വായിക്കുന്നത്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പോൾ ഇവിടെ പ്രാരംഭത്തിൽ ദൃശ്യമായ ലോകം സൃഷ്ടിക്കപ്പെട്ടത് ആരാലാണ് എന്ന് തിരിച്ചറിയാത്തവർ, ദൃശ്യമായ ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആരാലാണ് എന്ന് തിരിച്ചറിയാത്തവർ ദൃശ്യമല്ലാത്ത ലോകത്തെ എങ്ങനെ വിശ്വസിക്കും? ദൃശ്യമായ ലോകത്തെ പോലും എന്ത് ചെയ്യുന്നില്ല? ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കാതിരിക്കുന്ന ഈ തലമുറയിൽ ദൃശ്യമല്ലാതിരിക്കുന്ന നിത്യമായ കനാനെ കുറിച്ച് എങ്ങനെ വിശ്വസിക്കും? നിത്യമായ കനാനെ കുറിച്ച് പ്രസംഗിച്ചാൽ എങ്ങനെ വിശ്വസിക്കും? ദൃശ്യമായ ലോകത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പോലും ദൈവമാണിത് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് എന്ത് ചെയ്യുന്നില്ല? മനുഷ്യൻ വിശ്വസിക്കാതിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ദൈവം ആയിരിക്കുന്ന, അദൃശ്യനായ ദൈവം ആയിരിക്കുന്ന നിത്യ കനാനെ കുറിച്ച് പ്രസംഗിച്ചാൽ എങ്ങനെ മനസ്സിലാവും? എങ്ങനെ വിശ്വസിക്കും? ഇവിടെ പൂർവ്വകാലത്തിൽ ജീവിച്ചിരുന്ന ഭക്തന്മാരായിരിക്കുന്ന മനുഷ്യർ ഈ ദൃശ്യമായ ലോകം അദൃശ്യമായതിനാലാണ് സൃഷ്ടിക്കപ്പെട്ടത്, തൻ്റെ വചനത്താലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കുകയും ആ സൃഷ്ടാവായ ദൈവം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം അവരെന്ത് ചെയ്തു? കാണുകയും ഇത് അടിസ്ഥാനമില്ലാത്തതാണ്. ഭൂമി മത്തനെ പോലെ എന്ത് ചെയ്യും? ചാഞ്ചാടും. ഭൂമി കിറുകിറെ എന്ത് ചെയ്യും? കീറും. ഭൂകമ്പങ്ങൾ കൊണ്ടും ഒക്കെ ഇതൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കിറുകിറെ കീറിക്കൊണ്ടിരിക്കുകയാണ്. മത്തനെ പോലെ എന്ത് ചെയ്യും? ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മൂലപദാർത്ഥങ്ങളെല്ലാം എന്ത് ചെയ്യും?
കത്തിയഴിയും. അതുകൊണ്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇത് അടിസ്ഥാനമുള്ളതല്ല, ഇത് നിലനിൽക്കുന്നതല്ല, ഇത് ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം കഴിഞ്ഞു കഴിയുമ്പോൾ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിഞ്ഞെന്ത് ചെയ്യും? നശിച്ചു പോകും. എന്നാലോ ഇത് സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം ആയിരിക്കുന്ന ഇടം അത് നശിച്ചു പോകാത്തതാണെന്നും അത് നിലനിൽക്കുന്നതാണെന്നും ആ നിലനിൽക്കുന്ന അടിസ്ഥാനമുള്ള രാജ്യത്തിന് വേണ്ടിയിട്ട് പൂർവന്മാർ എന്ത് ചെയ്തു? അത് അവകാശമാക്കുവാൻ തക്കവണ്ണം അവർ ആഗ്രഹിച്ചിരുന്നു. കാരണം പാപത്താൽ മലിനമാകപ്പെട്ട ലോകം, പാപത്താൽ മരണത്തിലേക്ക് അകപ്പെട്ട ഭൗമികമായ ശരീരം, എന്നാലോ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആത്മാവിന് ദൈവം നിത്യജീവൻ നൽകപ്പെട്ടിരിക്കൊണ്ട് ആത്മാവിൻ്റെ നിത്യജീവൻ ക്രിസ്തുവിലൂടെ പൂർണ്ണമാക്കി കനാനിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചിരുന്ന ഒരു കൂട്ടം ഭക്തന്മാർ, അവരെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? ദൈവം അഭിമാനിക്കുകയാണ്. ഇവർ എൻ്റെ ജനമാണ്. അവർ നിത്യ കനാനെ കുറിച്ച് എന്ത് ചെയ്തിരിക്കുന്നു? കാഴ്ചപ്പാട് ലഭിച്ചവരാണ്. അങ്ങനെ കാഴ്ചപ്പാട് ലഭിച്ച ഒരു കൂട്ടം ജനത്തെ എന്ത് ചെയ്തു? വെളിപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പുതിയ നിയമസഭയ്ക്ക് നിത്യ കനാനെ കുറിച്ച് കാഴ്ചപ്പാടുണ്ടാകുവാൻ പഴയ നിയമത്തിലെ ഭക്തന്മാരെ എന്ത് ചെയ്തിരിക്കുന്നു? കാണിച്ചു തരികയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ എഴുതപ്പെട്ട വചനമില്ല. ആ കാലഘട്ടത്തിൽ പുതിയ നിയമസഭ ആരാധിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിലെ ആരാധനകളില്ല, കൂട്ടായ്മകളില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ, എഴുതപ്പെട്ട വചനമില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ, ആത്മപകർച്ചയിൽ പരിശുദ്ധാത്മാവിനാലുള്ള ആരാധന ഇല്ലാതിരുന്ന കാലഘട്ടത്തിലെ ഭക്തന്മാർ നിത്യ കനാനെ കുറിച്ച് എന്ത് ചെയ്തു? അവർ കണ്ടിരുന്നു, അവർ വിശ്വസിച്ചിരുന്നു. അടിസ്ഥാനമുള്ളതും നിലനിൽക്കുന്നതുമായ കനാനെ കുറിച്ച് അവരെന്ത് ചെയ്തു? അവർ വിശ്വാസ കണ്ണിൽ എന്ത് ചെയ്തിരുന്നു? അവർ കണ്ടിരുന്നു. ഗ്ലോറി ടു ഗോഡ്. അവരെ കുറിച്ച് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് പുതിയ നിയമസഭയ്ക്ക് നിത്യ കനാനെ കുറിച്ച് കാഴ്ചപ്പാട് ലഭിക്കേണ്ടുന്നതിന് പഴയ നിയമത്തിലെ ഭക്തന്മാരെ എന്ത് ചെയ്തു? എടുത്ത് എഴുതി കാണിച്ചു തരികയാണ് പരിശുദ്ധാത്മാവ്. ഹാബേലിൻ്റെ വിശ്വാസത്തെക്കുറിച്ചും തൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അനുസരണമാണ് അതിനുള്ള മാർഗമെന്ന് എന്ത് ചെയ്തു? മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് ആരാധിക്കുന്നത് എങ്ങനെയാണെന്ന് സ്വയത്തെ ത്യജിച്ചുകൊണ്ട് ത്യാഗപൂർണമായ യാഗത്തിലൂടെ ദൈവത്തെ ആരാധിച്ച് ഹാബേൽ കയീനിലും ഉത്തമമായ ആരാധന അർപ്പിച്ചു. ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് എന്ത് ചെയ്തു? നടന്നു. കൂട്ടായ്മ ആചരിക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഹാനോക്കിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു. നോഹയെക്കുറിച്ചോ വരാനുള്ള ന്യായവിധിയെക്കുറിച്ചിട്ടുള്ള മുന്നറിയിപ്പ് നോഹയ്ക്ക് ലഭിക്കുകയും ജനത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും തൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു പെട്ടകം എന്ത് ചെയ്യുന്നു? പണിയുന്നു. തനിയെ ദൈവം ഏൽപ്പിച്ച ദൗത്യവുമായിട്ട് നിൽക്കേണ്ടി വന്നിട്ടും 100 ചില്ലറ വർഷം ഒരേ സന്ദേശം എന്ത് ചെയ്തു? പ്രസംഗിച്ചുകൊണ്ട് ജനം ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടുന്നതിന് നോഹ എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്നു. അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുക്കുന്നു. ദൈവം കനാനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? അബ്രഹാമിന് ദർശനം കൊടുക്കുന്നു. നിത്യ കനാനെ കുറിച്ചിട്ടുള്ള ദർശനം അബ്രഹാം എന്ത് ചെയ്യുന്നു? വിശ്വാസത്താൽ പ്രാപിക്കുന്നു. ദൈവത്തെ സമ്പൂർണ്ണമായിട്ട് അനുസരിക്കുന്നതിലും ദൈവശബ്ദം കേൾക്കുന്നതിലും തൻ്റെ ജീവിതത്തെ എന്ത് ചെയ്തു? സമർപ്പിച്ചു കൊടുത്തു. കനാനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ദർശനം തനിക്കുണ്ടായപ്പോൾ തൻ്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഒക്കെയും എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു കൊണ്ട് ദൈവം വിളിച്ച വിളിയിലേക്ക്, ആ കനാൻ്റെ അനുഭവത്തിലേക്ക് തൻ്റെ ജീവിതത്തെ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുക്കുന്നു. വീണ്ടും അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക് ജനിക്കപ്പെടുന്നു. വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക്. ഭാവി കാലത്തെക്കുറിച്ച് വിശ്വാസ കണ്ണിൽ ഇസഹാക്കും എന്ത് ചെയ്തു? കണ്ടുകൊണ്ട് തനിക്ക് പിൻതലമുറയായ യാക്കോബിനെ എന്ത് ചെയ്തു? അനുഗ്രഹിക്കുന്നു. അങ്ങനെ യാക്കോബും കനാൻ എന്നുള്ള അനുഭവം പ്രാപിക്കുവാൻ തക്കവണ്ണം, ദൈവിക വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം യാക്കോബും എന്ത് ചെയ്യുന്നു? പോരാട്ടം കഴിച്ചുകൊണ്ട് മുന്നിലേക്ക് യാത്ര ചെയ്യുന്നു. വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യോസേഫിനെ കുറിച്ചാണ്. ഗ്ലോറി ടു ഗോഡ്. യോസേഫിന് ലഭിച്ച ദർശനം നമ്മൾ ചിന്തിച്ചു. 17-ാമത്തെ വയസ്സിലാണ് യോസേഫിന് ദർശനമുണ്ടാകുന്നത്. ആ ദർശനം താൻ 110 വയസ്സ് വരെ ജീവിച്ച് മരിക്കുന്ന സമയത്തിലും കനാനെ കുറിച്ചും ആ കനാനിൽ എത്തിച്ചേരേണ്ടുന്നതിനുള്ള പുറപ്പാടിനെ കുറിച്ചും, നിങ്ങൾ പുറപ്പെട്ടു പോകുമ്പോൾ എൻ്റെ അസ്ഥികളെ കൂടെ എന്ത് ചെയ്യണം? കൊണ്ടുപോകണമെന്ന്
ആ പുറപ്പാടിനെ കുറിച്ചും കനാനിൽ തനിക്ക് എത്തിച്ചേരേണ്ടുന്നതിനുള്ള ആഗ്രഹത്തെക്കുറിച്ചും എന്ത് ചെയ്തു? യോസേഫ് വെളിപ്പെടുത്തുകയാണ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ കനാനായിരുന്നു പഴയ നിയമത്തിലെ ഭക്തന്മാരുടെ ജീവിതയാത്ര ലക്ഷ്യം. ഇവിടെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരം ഭൂമിയിലല്ല അവരെന്ത് ചെയ്തേ കാത്തിരുന്നത്. ഭൂമണ്ഡലത്തെ മുഴുവനും ജീവജാല ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം അടിസ്ഥാനമുള്ള നഗരത്തിൽ അവൻ എന്ത് ചെയ്യുന്നു? പാർക്കുന്നു. അവിടെ എത്തിച്ചേരുവാൻ തക്കവണ്ണമുള്ള ആ ഒരു താല്പര്യം, ദർശനം ദൈവം അത് അനുവദിക്കാതിരിക്കുമോ? അതിനാണ് പിതാവാം ദൈവം പുത്രനാം ക്രിസ്തുവിലൂടെ നിത്യ കനാനിലേക്ക് എത്തിച്ചേരുവാനാണ് കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്നത്. സ്വന്തം രക്ഷിതാവും കർത്താവുമായി യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് സ്നാനത്തിൽ കർത്താവിനോടുകൂടി ഇഴുകിച്ചേർന്നുകൊണ്ട് പരിശുദ്ധാത്മാവ്, പുത്രത്വത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചുകൊണ്ട് കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ നിത്യ രക്ഷ, ആ രക്ഷയുടെ സന്തോഷത്തിലൂടെ ജീവിത വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് തേജസ്കരണത്തിൻ്റെ അനുഭവത്തിലേക്ക് യാത്ര ക്രമപ്പെടുത്തിക്കൊണ്ട് പോകുന്നവരെ നിത്യ കനാനിൽ ചേർക്കുവാൻ കർത്താവ് വീണ്ടും മധ്യാകാശത്തിൽ എന്ത് ചെയ്യും? വരും. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായിട്ട് എന്ത് ചെയ്തു? കാത്തിരുന്നു. ഈ ഭക്തന്മാർ കാത്തിരുന്നു. പുതിയ നിയമസഭയുടെയും ഒരു കാത്തിരിപ്പുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായി നാം കർത്താവിനോടുകൂടെ തേജസ്സിൽ എടുക്കപ്പെടും. ഇതാണ് പുതിയ നിയമസഭയുടെ കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിൽ രണ്ട് കാര്യം സംഭവിക്കുന്നു. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവിച്ചിരിക്കുന്നവരോ രൂപാന്തരപ്പെടും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം. പുനരുദ്ധാനം പ്രാപിച്ചില്ല എങ്കിൽ നമ്മൾ നിത്യ കനാനിൽ എന്ത് ചെയ്യത്തില്ല? കാണത്തില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവ് വരുമ്പോൾ ശരീരം തേജസ്കരിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നിത്യ കനാനിൽ കാണത്തില്ല. അപ്പോൾ പഴയ നിയമ ഭക്തന്മാർ അടിസ്ഥാനമുള്ളതായ നഗരത്തിനായിട്ട് അവരെന്ത് ചെയ്തു? കാത്തിരുന്നു. ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കുന്നതിൽ ദൈവം എന്ത് ചെയ്തിരുന്നു? അഭിമാനിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഭക്തന്മാരുടെ പട്ടിക എഴുതുമ്പോൾ അന്തിമമായിട്ട് പറയുന്നത് മോശയെക്കുറിച്ചാണ്. മോശയാണ് ഈ ജനത്തെ, തലമുറകളെ ഏകദേശം 430 വർഷം അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തതിനും 430 വർഷം കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? പുറപ്പെട്ടു പോകുന്നത്. ആ പുറപ്പെട്ടു പോകുമ്പോൾ മോശയ്ക്ക് കനാനെ കുറിച്ചിട്ടുള്ള ദർശനം ദൈവം എന്ത് ചെയ്തിരുന്നു? കൊടുത്തിരുന്നു. അക്ഷരികമായ കനാനിലെ കുറിച്ചുള്ള ദർശനം. എന്നാൽ ആ യാത്രയിൽ സ്വർഗീയമായ കനാനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടും പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് എന്ത് ചെയ്തിരുന്നു? ലഭിച്ചിരുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മഹാപ്രതിഫലം എന്ന് പറയുന്നത് നിത്യ കനാനാണ്. ആ നിത്യ കനാനിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടങ്ങളോ കഷ്ടങ്ങളോ സംഭവിച്ചാലും ആ കനാനെ അവകാശമാക്കുവാൻ തക്കവണ്ണം നമ്മളുടെ ആത്മാവിൻ്റെ വിശ്വാസത്തിൻ്റെ ധൈര്യം എന്ത് ചെയ്യരുത്? തള്ളിക്കളയരുത്. ഒത്തിരി ആൾക്കാർ വിശ്വാസത്തെ ത്യജിക്കുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വചനം വ്യക്തമായി പറയുന്നു. ആ പൂർത്തീകരണത്തിൽ എത്തും വരെയും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ധൈര്യം എന്ത് ചെയ്യരുത്? തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇവിടെ ഒരു വാഗ്ദത്തത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നു? പറയുന്നു. ദൈവം എന്താണ് വാഗ്ദത്തം കൊടുത്തത്? വരാനുള്ളവൻ വരും, താമസിക്കയില്ല, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന ഏക വാഗ്ദത്തം മധ്യാകാശത്തിൽ തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ വരവാണ്. ആ വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നമുക്ക് ആവശ്യം. പല വിഷയങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യും? വന്നാഞ്ഞടിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത്? കർത്താവിൻ്റെ വരവിൽ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ കാണപ്പെടാൻ പാടില്ല. അതായിരുന്നു ആരുടെ ലക്ഷ്യം? പിശാചിൻ്റെ ലക്ഷ്യം. എന്നാൽ ഈ കടന്നു പോകുന്ന സകല വിഷയത്തിലും സഹിഷ്ണുതയോടെ നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ നമ്മൾ അത് വിശ്വാസത്താൽ എന്ത് ചെയ്യും?
അവകാശമാക്കും. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഗ്ലോറി ടു ഗോഡ്. അവിടെ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം എന്താണ്? 37 വാക്യത്തിൽ, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ ദൈവം ഇവിടെ കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം എന്താണ്? വിശ്വാസത്താൽ ജീവിക്കും. എവിടെ? നിത്യതയിൽ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വരാനുള്ളവൻ വരുമ്പോൾ തന്നോടുകൂടെ എന്ത് ചെയ്യും? ജീവിക്കും. ഇവിടെ ഭക്തന്മാർ കണ്ട ദർശനം എന്താണ്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? കാത്തിരുന്നു. അത് അവർക്കും അവകാശമാക്കുവാൻ കഴിയുമെന്ന് എന്ത് ചെയ്തു? പൂർവ്വ ഭക്തന്മാർ എന്ത് ചെയ്തു? കാത്തിരുന്നു. അവരെ ചൂണ്ടിക്കാണിച്ചിട്ട് പുതിയ നിയമകാലത്തിലെ വിശ്വാസികളെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾക്കും മുൻപ് ഏകദേശം 4000 വർഷത്തിനു പുറകിൽ ജീവിച്ചിരുന്ന ഭക്തന്മാർ യേശുക്രിസ്തു വന്ന് പുനരുദ്ധാനം പ്രാപിച്ച് 50-ാം ദിവസത്തിലാണ് പരിശുദ്ധാത്മ പകർച്ച എന്ത് ചെയ്തത്? ലഭിച്ചത്. പരിശുദ്ധാത്മ പകർച്ച ലഭിച്ചതിനനന്തരം 2000 വർഷം പിന്നെയും എന്ത് ചെയ്തിരിക്കുകയാണ്? മുൻപിലോട്ട് വരുമ്പോൾ കാഴ്ചപ്പാടുകൾ എത്ര അധികം പുതുക്കപ്പെടണം എന്നുള്ളതാണ്. കാരണം 2000 വർഷമായിട്ട് ദൈവസഭയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ദർശനങ്ങളിലൂടെ, വെളിപ്പാടുകളിലൂടെ, വചനത്തിലെ ജ്ഞാനത്തിലൂടെ തലമുറകളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തിരിക്കുന്നു? നിലനിൽക്കുന്ന രാജ്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? ബോധ്യപ്പെടുത്തുന്നു. അവിടെ നിന്ന് സൃഷ്ടാവാം ദൈവം സൃഷ്ടിയിലേക്ക് എന്ത് ചെയ്യുന്നു? വീണ്ടും മടങ്ങി വന്ന് രക്ഷ അനുഭവം ആക്കിയിരിക്കുന്ന, വീണ്ടെടുപ്പ് അനുഭവമാക്കിയിരിക്കുന്ന, വിശ്വാസത്താൽ നിത്യജീവൻ അവകാശമാക്കുവാൻ കാത്തിരിക്കുന്ന, ശുദ്ധീകരണം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന, ആ രൂപാന്തരം പ്രാപിക്കേണ്ടുന്നതിനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചിരിക്കുന്ന ദൈവസഭയെ മധ്യാകാശത്തിൽ എടുത്തുകൊള്ളുവാൻ കർത്താവ് എന്ത് ചെയ്യുന്നു? മധ്യാകാശത്തിൽ വരും. അപ്പോൾ ഈ 2000 വർഷമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രക്രിയ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ദൈവസഭയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര അധികം, കാരണം ഈ 2000 വർഷമായിട്ടുള്ള വെളിപ്പാടുകൾ തലമുറകളിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകം ഭരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ദൈവസഭയ്ക്ക് എന്ത് ചെയ്യുന്നു? എതിരായി നിൽക്കുമ്പോൾ ജനത്തിന് ശരിയായ കാഴ്ചപ്പാട് കിട്ടാതെ വണ്ണം അവരുടെ കണ്ണിനെ എന്ത് ചെയ്യുന്നു? കുരുടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നും വചനം എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. ഇതാണ് ഇതിനകത്തുള്ള പോരാട്ടം എന്ന് പറയുന്നു. അങ്ങനെ ഈ പോരാട്ടത്തിലൂടെ ആത്മീയ കാഴ്ചപ്പാട് ശരിയായ രീതിയിൽ ലഭിക്കേണ്ടുന്നതിന് വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് പുതിയ നിയമസഭയ്ക്ക് പഴയ നിയമത്തിലെ ഭക്തന്മാരുടെ ജീവിതം എന്ത് ചെയ്യുന്നു? എടുത്തു കാണിക്കുന്നു. അവർ ദൈവത്തോട് ചേർന്ന് നടന്ന കാര്യത്തെ എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു. ന്യായവിധിയെക്കുറിച്ച് അവർക്കുണ്ടായ ബോധ്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? എടുത്തു കാണിക്കുന്നു. ആരാധനയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? എടുത്തു കാണിക്കുന്നു. യാത്രയുടെ ലക്ഷ്യം എന്ത് ചെയ്യുന്നു? എടുത്തു കാണിക്കുന്നു. കാരണം എന്താണ്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിൽ എന്ത് ചെയ്യണം? എത്തിച്ചേരണം എന്നുള്ളതായിരുന്നു അവരുടെ ജീവിത യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഹല്ലേലൂയ. അതിനെ എടുത്ത് എന്ത് ചെയ്യുന്നു? പുതിയ നിയമസഭയ്ക്ക് ബോധ്യമുണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്. ഇത് വായിച്ചിട്ടും ധ്യാനിച്ചിട്ടും പലർക്കും എന്ത് ചെയ്യുന്നില്ല? ഇതിൻ്റെ വെളിച്ചം എന്ത് ചെയ്യുന്നില്ല? ലഭിക്കുന്നില്ല. കാരണം പിശാച് അത്രത്തോളം മനുഷ്യ ഹൃദയത്തെ എന്ത് ചെയ്തു? കാഴ്ചപ്പാട് ലഭിക്കാതെ വണ്ണം അന്ധകാരം എന്ത് ചെയ്തിരിക്കുന്നു? മൂടിയിരിക്കുന്നു. മരണത്തിനപ്പുറത്തേക്കുള്ള നിത്യജീവനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് തടസ്സപ്പെടുത്തിക്കൊണ്ട് കൂരിരുട്ട് സകല ജാതികളെ എന്ത് ചെയ്തിരിക്കുന്നു? മൂടി വച്ചിരിക്കുമ്പോൾ ഇരുളിൽ നിന്ന് വെളിച്ചമുണ്ടാകട്ടെ എന്നരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനത്തെ വെളിപ്പെടുത്തുവാൻ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? പ്രകാശിച്ചിരിക്കുന്നു. ആ പ്രകാശം കൊണ്ട് കർത്താവിൻ്റെ വചനത്തിലൂടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ജനത്തിന് നിത്യ കനാനെ കുറിച്ചിട്ടുള്ള ബോധ്യം എന്ത് ചെയ്യും? ഉണ്ടാകും. നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ കർത്താവിനെ അനുഗമിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിൽ 2 കാര്യം സംഭവിക്കുന്നു: തേജസ്കരണവും പുനരുത്ഥാനവും. ഈ തേജസ്കരണം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ എൻ്റെ വിശ്വാസ ജീവിതം നഷ്ടം. ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ കർത്താവിൻ്റെ വരവിൽ ഞാൻ പുനരുത്ഥാനം പ്രാപിക്കുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം നഷ്ടം. ഓരോ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ സകലതും
ചപ്പും ചവറുമായിട്ട് കണക്കാക്കുന്നത് ഈ തേജസ്കരണം പ്രാപിക്കാമോ എന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്യാണ്? ഓടുകയാണ്. ഈ പുനരുദ്ധാനം, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഓടുകയാണ്. അത് ഞാൻ ആരിൽ കണ്ടിരിക്കുന്നു? ക്രിസ്തുവിൽ കണ്ടിരിക്കുന്നു. പഴയ നിയമത്തിലെ ഭക്തന്മാർ നിത്യകനാനെ കുറിച്ച് അന്ന് എഴുതപ്പെട്ട വചനമില്ലാതിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിലൂടെയുള്ള ജ്ഞാനമോ വെളിപ്പാടോ വചന വ്യാഖ്യാനത്തിന്റെ വരമോ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് നടന്ന് അടിസ്ഥാനമുള്ളതായ നഗരത്തെ അവരെന്ത് ചെയ്തു? കണ്ടു. അതിനുവേണ്ടി അവർ കാത്തിരുന്നു. ഈ ദൃശ്യമായ ലോകം അദൃശ്യമായതിനെ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നാം വിശ്വാസത്താൽ എന്ത് ചെയ്യുന്നു? അറിയുന്നു. അതെല്ലാവരും എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നതാണ്, അദൃശ്യമായ നിലനിൽക്കുന്നതായ നിത്യകനാനെ കുറിച്ച് വിശ്വസിക്കണമെങ്കിൽ ആദ്യം നീ ചവിട്ടി നിൽക്കുന്ന ഭൂമി സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണെന്ന് നീ ആദ്യം എന്ത് ചെയ്യും? വിശ്വസിക്കും. ഇത് വിശ്വസിക്കാത്തവൻ എങ്ങനെ നിത്യകനാനെ കുറിച്ച് വിശ്വസിക്കും? ദൃശ്യമായിരിക്കുന്ന ലോകം ദൈവത്താലാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കാൻ പോലും കഴിയാതിരിക്കുന്ന തലമുറയ്ക്ക് എങ്ങനെ അദൃശ്യനായ ദൈവം വാസം ചെയ്യുന്ന നിത്യകനാനെ കുറിച്ച് ബോധ്യമുണ്ടാകും? അപ്പോൾ ദൈവം ഈ ജനത്തെ പ്രാരംഭത്തിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു കനാനെ കുറിച്ച് എന്ത് ചെയ്തു? വെളിപ്പെടുത്തി കൊടുത്തിട്ട് ഈ ജനത്തെ അതിലേക്ക് എന്ത് ചെയ്യാണ്? നയിക്കുകയാണ്. നയിക്കുമ്പോൾ അതിൽ നായകനായിട്ട് വന്നത് ആരായിരുന്നു? മോശയാണ്. ഈ നായകന്മാരായി മുൻപിലേക്ക് യാത്ര പുറപ്പെട്ട, അല്ലേ? നമ്മൾ ഈ അധ്യായത്തിൽ തന്നെ നമ്മൾ വായിച്ച, നേരത്തെ ഓർപ്പിച്ചു, ഹാബേൽ, അതുപോലെ തന്നെ ഹാനോക്ക്, അതുപോലെ നോഹ, അതുപോലെ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസേഫ് എന്നിത്യാദിയുള്ള ഭക്തന്മാർ അവരുടെ ജീവിത യാത്ര ലക്ഷ്യമെന്നുള്ളത് ആത്മാവിൻ്റെ നിത്യജീവനാണ്. ഗ്ലോറിച്ചുക. മോശയ്ക്കും തൻ്റെ ജീവിതത്തിൽ ആ യാത്രാ ലക്ഷ്യമെന്നുള്ളത് കനാനിലേക്ക് എന്ത് ചെയ്യണം? പ്രവേശിക്കുക. തനിക്ക് മാത്രമല്ല ആ പ്രവേശനം ആഗ്രഹിച്ചത്, ഫറവോന്റെ അടിമത്വത്തിൻ്റെ കീഴിലിരിക്കുന്ന ഇസ്രായേൽ മക്കളെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് എന്ത് ചെയ്യണം? വിടിവിച്ച് രക്ഷിച്ച് എന്ത് ചെയ്യണം? മുൻപിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ വിശ്വാസത്തിന്റെ ജീവിതം നയിച്ചവനും വിശ്വാസത്താൽ കനാനിലേക്ക് യാത്ര പുറപ്പെടേണ്ടുന്നതിന് ഒരു കൂട്ടം ജനത്തെയും ചേർത്ത് ഒരു നായകൻ എന്ത് ചെയ്യുന്നു? അവർക്ക് മുൻപിൽ ദൈവം എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. ഈ നായകനെ സംബന്ധിച്ചിടത്തോളം പുറപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ, പിന്നെ ഫറവോൻ തൻ്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിലിട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. ഫറവോൻ ഒരു നിയമം എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. എന്തായിരുന്നു നിയമം? ജനിക്കുന്ന ഏതൊരു ആൺകുട്ടിയെയും എന്ത് ചെയ്യണം? നദിയിലേക്ക് വലിച്ചെറിയണം, കൊന്നുകളയണം. ഈ നിയമം കൊണ്ടുവരുന്നത് ഒരു രക്ഷാനായകനെ ദൈവം ഒരുക്കിയെടുക്കുന്നു എന്നുള്ള കാര്യം ആർക്ക് മനസ്സിലായി? പൈശാചിക മണ്ഡലത്തിന് മനസ്സിലായി. ആ പൈശാചിക മണ്ഡലത്തിലെ ശക്തികളെല്ലാം കൂടി എന്ത് ചെയ്യുന്നു? ഫറവോനിൽ ആലോചന എന്ത് ചെയ്യുന്നു? പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു രക്ഷാനായകൻ വന്നു കഴിഞ്ഞാൽ തൻ്റെ സാമ്രാജ്യത്തിന് എന്ത് ചെയ്യും? വലിയൊരു വിള്ളൽ എന്ത് ചെയ്യും? ഉണ്ടാക്കുമെന്നുള്ള കാര്യവും ഈ ജനം നിത്യകനാനിലേക്ക് എന്ത് ചെയ്യും? എത്തിച്ചേരും എന്നുള്ളതും, ഈ വാഴ്ചകൾ, അധികാരങ്ങൾ ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികളും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകൾക്കും മകളിൽ ന്യായവിധി ഉണ്ടാകും എന്നുള്ള കാര്യം എന്ത് ചെയ്തു? പൈശാചിക ശക്തികൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ പോരാട്ട ശക്തികൾ ഫറവോന് ഇങ്ങനെ ഒരു ആശയം എന്ത് ചെയ്തത്? ഇങ്ങനെ കൊടുക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവി കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവന് 3 മാസം ഒളിച്ചു വച്ചു. അപ്പോൾ ഈ നിയമം ഉണ്ടാകുമ്പോൾ മോശ ജനിക്കപ്പെട്ടു വന്നിരിക്കുന്ന ഗോത്രം ഏതാണ്? ലേവി ഗോത്രത്തിൽ നിന്നാണ് മോശ വന്നിട്ടുള്ളത്. ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ഒരു ഗോത്രമാണ് ഉള്ളത്, ലേവി ഗോത്രം. ആ ലേവി ഗോത്രത്തിൽ നിന്നാണ് മോശ എന്ത് ചെയ്യുന്നത്? ജനിച്ചു വന്നിരിക്കുന്നത്. അതിൻ്റെ 10-ാം വാക്യത്തിൽ നമുക്ക് സന്ദർഭം അറിയാമല്ലോ. ഈ മോശയെ എന്ത് ചെയ്യുന്നു? 3 മാസം ഒളിപ്പിച്ച് വച്ചതിന് ശേഷം ഫറവോന്റെ നിയമം കഠിനമായി വന്നപ്പോൾ ഒരു കാരണവശാലും വീണ്ടും ഈ കുഞ്ഞിനെ ഒളിപ്പിച്ച് വയ്ക്കാൻ
കഴിയത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ആ കുഞ്ഞിനെ ഒരു ഞാങ്ങണയിൽ എന്ത് ചെയ്തു, ഒരു പേടകം എന്ത് ചെയ്തു ഉണ്ടാക്കി അതിനകത്ത് എന്ത് ചെയ്യുന്നു വച്ച് സുരക്ഷിതമായിട്ട് ഈ വെള്ളത്തിൽ ഒരു അരികിലേക്ക് എന്ത് ചെയ്യുന്നു ഇതിനെ ഒഴുക്കി വെക്കുകയാണ്. എന്നാൽ ഫറവോന്റെ പുത്രി ആ നദിയിൽ കുളിക്കാനായിട്ട് കടന്നു വരുമ്പോൾ, തൻ്റെ തോഴിമാരായിട്ട് വരുമ്പോൾ അതിലൊരാൾ എന്ത് ചെയ്യുന്നു, ഈ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു, ആ കരച്ചിൽ കേട്ട് അതിനെ തുറന്നു നോക്കി കുഞ്ഞിനെ എടുത്ത് എന്ത് ചെയ്യുന്നു കൊട്ടാരത്തിൽ കൊണ്ടുപോവുകയും, നമുക്കറിയാം കൊട്ടാരത്തിലെ ശമ്പളം കൊടുത്തുകൊണ്ടാണ് മോശയുടെ അമ്മ മോശയ്ക്ക് എന്ത് ചെയ്യുന്നത്, മുലപ്പാല് കൊടുത്ത് വളർത്തിയെടുക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ശമ്പളം കിട്ടി സ്വന്തം മകനെ വളർത്തുന്ന ഒരു നന്മ ഈ ലോകത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മോശയുടെ അമ്മയ്ക്കാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചരിത്രം നമുക്കറിയാലോ. 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി, അവൻ അവൾക്ക് മകനായി. കണ്ടോ, ഫറവോന്റെ പുത്രിയുടെ മകനായി ആര് മാറി? മോശ മാറുകയാണ്. എന്നിട്ട് അവിടെ പറയുന്നത്, ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശ എന്ന് പേരിട്ടു. ഫറവോന്റെ പുത്രിയാണ് മോശയ്ക്ക് എന്ത് ചെയ്യുന്നത്, പേരിടുന്നത്. അവൻ ഫറവോന്റെ പുത്രി പറയുന്നത് എന്താണ്, ഞാൻ ഇവനെ എവിടെ നിന്ന് എടുത്തു, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അവനെ മോശ എന്ന് എന്ത് ചെയ്യുന്നു പേരിടുന്നു. പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ വരാം, അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ, ഈ രാത്രിയിൽ ഞാൻ മിസ്രൈം ദേശത്തുകൂടി കടന്ന് മിസ്രൈം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെ ഒക്കെയും സംഹരിക്കും. മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെ ഒക്കെ എന്ത് ചെയ്യും, സംഹരിക്കും. മിസ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. കണ്ടോ, ആ വാക്ക് ശ്രദ്ധിച്ചോ? മിസ്രൈമിലുള്ള സകല ദേവന്മാരുടെ മകളിലും ന്യായവിധി നടത്തും എന്നുള്ള കാര്യം ന്യായവിധി നടത്തുന്നതിന് മുന്നമേ ആ ദേശത്തിലുള്ള സകല ദേശാധിപതി ശക്തികളും എന്ത് ചെയ്തിരുന്നു, അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് മോശയെ ജനനത്തിങ്കലെ തട്ടിക്കളയുവാനുള്ള പദ്ധതി ഈ ദേശാധിപതി ശക്തികളെല്ലാം കൂടെ ചേർന്ന് ഫറവോനോട് എന്ത് ചെയ്ത് ആലോചന കൊടുത്തത്. സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ ആദ്യജാതന്മാരും മൃഗത്തിലും മനുഷ്യരിലുമുള്ള ആദ്യജാതന്മാരും എന്ത് ചെയ്യത്തുള്ളൂ, സംഹരിക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കാം, അത് പലരും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ആദ്യജാതന്മാരെ സംഹരിച്ച് മാത്രമല്ല പോകുന്നത്, ആ ദേശത്തിലുള്ള സകല അന്യാരാധനയുടെ ശക്തികളെ കൂടി ന്യായവിധിച്ചു കൊണ്ടുപോകാനുള്ളതാണ് തളിക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം എന്നുള്ളത്. അത് ആരാലാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം മോശ ജനിക്കുന്നതിന് മുൻപേ ഈ ദേശാധിപതി ശക്തികൾ എന്ത് ചെയ്തു, അവനെ ഒതുക്കുവാൻ തക്കവണ്ണം പദ്ധതിയിട്ടു. പ്രിയമുള്ള ദൈവമക്കളെ, നിത്യ കനാനിലേക്ക് ഒരു വ്യക്തിയെ യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ, പഴയ നിയമത്തിൽ മോശ കുഞ്ഞാടിന്റെ രക്തം കട്ടളപ്പടിമേൽ തളിക്കപ്പെട്ടവരെ സംഹാരദൂതൻ തൊടാതെ വണ്ണം രക്ഷയിലേക്ക് എടുക്കുവാൻ മോശ തീരുമാനിക്കുമ്പോൾ ആ മോശയെ ഒതുക്കാൻ പിശാച് പദ്ധതികൾ ഒരുക്കിയെങ്കിൽ, കുഞ്ഞാടിന്റെ രക്തത്തോടുകൂടി നീ ആത്മാക്കളെ ശുശ്രൂഷ ചെയ്ത് നിത്യതയിലേക്ക് എടുക്കുവാൻ നിന്റെ ജീവിതത്തെ നീ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഒതുക്കി കളയുവാൻ തക്കവണ്ണം ദേശാധിപതികൾ ശക്തികൾ ശ്രമിക്കും. അതിൽ നിന്ന് നീ എന്ത് ചെയ്യണം, രക്ഷ പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് അവന്റെ രക്തത്താൽ എന്ത് ചെയ്യണം, ചോരത്തളി ആചരിച്ചുകൊണ്ട്, പെസഹ ആചരിച്ചുകൊണ്ട് മുൻപിലേക്ക് യാത്ര ചെയ്യാതെ കനാൻ ദേശത്തിലേക്ക് ജനത്തെ കൊണ്ടെത്തിക്കാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം ശുശ്രൂഷയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ മക്കൾ കൂടി അതറിയണം. ഈ ദേശാധിപതി ദേവന്മാരെ കൂടെ എന്ത് ചെയ്തു, ന്യായം വിധിച്ചിട്ടല്ലാതെ ജനത്തെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. ജനം വന്നിരിക്കുമ്പോൾ അവർക്ക് എന്ത് കിട്ടണം, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, അതാണ് ചിന്ത. പക്ഷേ ആത്മാവിൽ കാഴ്ചപ്പാട് ലഭിച്ചിരിക്കുന്ന അഭിഷിക്തന്മാരായിട്ടുള്ള ദൈവദാസന്മാരുടെ ലക്ഷ്യം എന്താണ്? അവരുടെ ആത്മാവ് നിത്യതയിൽ കടക്കണം. നിത്യതയിൽ കടക്കണമെങ്കിലോ ദേശാധിപതി ശക്തികൾക്ക് മകളിൽ ന്യായവിധി എന്ത് ചെയ്യണം, ഉണ്ടാകണം. ഉണ്ടാകാതെ അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, വലിച്ചെടുക്കാൻ കഴിയത്തില്ല. അതിനാണോ ഇന്ന് ശുശ്രൂഷിക്കുന്നത്? അക്ഷരീയമായ ഒരു ചോരത്തളി കൊണ്ട് അത് സാധിച്ചെങ്കിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ എത്ര അധികം ജനത്തെയും കൊണ്ട് നിത്യകനാലിലേക്ക് പുറപ്പെട്ടു കൊണ്ടുപോകുവാൻ അഭിഷിക്തന്മാരായ ദൈവദാസന്മാർക്ക് കഴിയണം. അല്ലാത്ത പക്ഷം ജനം ന്യായവിധിച്ച് നിത്യ നരകത്തിൽ മാറ്റപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. എബ്രായർ 11-ാമത്തെ അധ്യായത്തിൽ മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന
ഭാഗത്തിലേക്ക് നമുക്ക് വരാം. 11:23 വാക്യത്തിൽ, വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. ജനനത്തിങ്കൽ ശിശുവിനെ എന്ത് ചെയ്തു? സുന്ദരനായി കണ്ടു. നോക്കിയപ്പോ നല്ല കണ്ണ്, നല്ല കൈ, നല്ല കാല്, എന്തോരം വെളുത്ത ശരീരം, എന്ത് സൗന്ദര്യമുള്ള മകൻ. അക്ഷരികമായ സൗന്ദര്യമല്ല അവിടെ കാണുന്നത്. വരാൻ പോകുന്ന പുറപ്പാടിനെ കുറിച്ച് തൻ്റെ അമ്മയപ്പന്മാർ, ലേവ്യ ഗോത്രത്തിൽ നിന്ന് ജനിക്കപ്പെട്ടിരിക്കുന്ന തൻ്റെ അപ്പൻ അമ്മയും ഈ മകനിലൂടെ ദൈവം തനിക്കായിട്ട് തൻ്റെ ജനത്തിന് വേണ്ടി, അല്ലെങ്കിൽ മിസ്രൈമി അടിമത്വത്തിൽ നിന്ന് ജനത്തെ പുറപ്പെടുവിച്ച് കൊണ്ടുപോകേണ്ടുന്നതിന് ഉള്ള സൗന്ദര്യം ജനിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ മകനിൽ കണ്ടു. പ്രിയമുള്ളവരെ, നമ്മൾ ആത്മീയമായി ശുശ്രൂഷ ചെയ്യുമ്പോൾ, ആത്മീയമായ ശുശ്രൂഷയിലൂടെ വീണ്ടും ജനിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കളിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അതിൻ്റെ സൗന്ദര്യം എന്ത് ചെയ്യണം? കാണണം. വിശ്വാസത്താൽ കാണണം. അല്ലെങ്കിൽ മോശയുടെ മാതാപിതാക്കൾ ജനനത്തിങ്കൽ തന്നെ അവൻ ദൈവികമായ പദ്ധതിക്കുള്ളതാണെന്നുള്ള കാര്യം എന്ത് ചെയ്തു? വിശ്വാസത്താൽ കണ്ടു. ഈ കാലഘട്ടത്തിലും ദൈവത്തിന്റെ ജനത്തിന് മക്കളെ ദൈവം തരുമ്പോൾ അവർ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ടുള്ളതുകൂടിയാണ് എന്നുള്ള കാര്യം, ആ സൗന്ദര്യം കൂടി എന്ത് ചെയ്യണം? കാണുന്നുണ്ടെങ്കിൽ അവരിലൂടെ ദൈവത്തിന് ചില കാര്യങ്ങൾ ഈ അന്ത്യതലമുറയിലും ചെയ്യുവാൻ കഴിയും. നല്ല ആത്മീയ മക്കളെ വാർത്തെടുക്കേണ്ടുന്നതിന് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് മോശയുടെ അമ്മയപ്പന്മാരെ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തി കാണിക്കുകയാണ്. മക്കളുടെ ജനനത്തിങ്കൽ ദൈവപ്രവൃത്തി വിശ്വാസത്താൽ അവനിലൂടെ ദൈവത്തിന് ചില കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ടെന്നുള്ള കാര്യം മാതാപിതാക്കൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം, അറിയണം, വിശ്വാസ കണ്ണിൽ കാണണം. അങ്ങനെ അവർ എന്ത് ചെയ്തു? ഈ കുഞ്ഞിനെ, അവിടെ അടുത്ത വാക്യം എന്താണെന്നറിയോ? രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ. ശ്രദ്ധിച്ച് കേൾക്കണം. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ജനത്തെ മുഴുവനും ഈ രാജകൽപ്പന എന്ത് ചെയ്തു? ഭയപ്പെടുത്തി. കാരണം ജനിക്കുന്ന കുഞ്ഞുങ്ങളെ മുഴുവനും, ആൺകുഞ്ഞുങ്ങളെ മുഴുവനും എന്ത് ചെയ്യണം? കൊന്നുകളയണമെന്നുള്ളത്. പക്ഷേ ഇവിടെ മാതാപിതാക്കൾ എന്ത് ചെയ്തില്ല? ആ രാജകൽപ്പന ഭയപ്പെടാതെ യവൻ ദൈവത്തിൻ്റെ വിമോചകനായിട്ട് വരാനുള്ളവനാണെന്ന് ധൈര്യപ്പെട്ടുകൊണ്ടാണ്, ആ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പെട്ടകത്തിൽ വെച്ചത്. അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. രാജകൽപ്പന എന്ത് ചെയ്തില്ല? ഭയന്നില്ല. കാരണം എന്താണ്? മാതാപിതാക്കൾക്ക് ദൈവത്തെ അറിയാം. ഗ്ലോറി ടു ഗോഡ്. ആ ദൈവിക പദ്ധതി അവർ നേരത്തെ എന്ത് ചെയ്തു? കണ്ടു. ആ പദ്ധതിയിൽ ജനനത്തിങ്കൽ തന്നെ ഇവൻ ആ ദൈവിക പദ്ധതിക്കകത്തുള്ളവനാണെന്ന് വിശ്വാസത്താൽ കണ്ടതുകൊണ്ട് രാജകൽപ്പനയെ ഭയപ്പെടാതെ എന്ത് ചെയ്തു? മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥനയുടെ ഞാങ്ങണ മക്കൾക്ക് വേണ്ടി കരുതുന്ന മാതാപിതാക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആത്മീയമായ ജനനം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കും പ്രാർത്ഥനയുടെ ഞാങ്ങണയിലൂടെ അവരെ കരുതിയില്ലെങ്കിൽ വരാൻ പോകുന്ന തലമുറയിൽ നിത്യകനാനിലേക്ക് യാത്ര പുറപ്പെടുവിച്ച് കൊണ്ടുപോകേണ്ടുന്നതിന് അവർക്കൊരാത്മീയ ശുശ്രൂഷ അവർക്കും ഉണ്ടാകത്തില്ല. ഇന്ന് ജനം ദൈവസന്നിധിയിൽ വരുന്നത് എന്തിനാണ്? അത് കിട്ടണം, ഇത് കിട്ടണം, എല്ലാം കിട്ടണം. അതിനാണ് ദൈവസഭയിൽ പോകുന്നത്, അതിനാണ് ശുശ്രൂഷ ചെയ്യുന്നത്. നിത്യജീവൻ പ്രാപിക്കാനാണോ സഭയിൽ പോകുന്നത്? തേജസ്കരണം പ്രാപിക്കാനാണോ സഭയിൽ പോകുന്നത്? മരിച്ചു കഴിഞ്ഞാൽ പുനരുത്ഥാനം പ്രാപിക്കാനാണോ സഭയിൽ പോകുന്നത്? കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാനാണോ സഭയിൽ പോകുന്നത്? ലോകത്തിലെ മഹത്വം പ്രാപിപ്പാൻ തക്കവണ്ണം നടക്കുമ്പോൾ അവരറിയുന്നില്ല കർത്താവിന്റെ വരവിലെ മഹത്വം നഷ്ടപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത്. അവർ മറ്റൊരു യേശുവിനെയാണ് എന്ത് ചെയ്യുന്നത്? അനുഗമിക്കുന്നത്. മറ്റൊരു സുവിശേഷത്തെയാണ് എന്ത് ചെയ്യുന്നത്? അനുഗമിക്കുന്നത്. അന്ത്യകാലത്തിൽ കള്ളയിടയന്മാരും കള്ള അപ്പോസ്തലന്മാരും എന്ത് ചെയ്യും? നിത്യകനാനെ കുറിച്ചിട്ടുള്ള ദർശനം പ്രാപിക്കാതെ ഈ ഭൂമിയിൽ തന്നെയാണ് എല്ലാം അവകാശമാക്കാനുള്ളതെന്ന് പറഞ്ഞ് ലോകത്തിലേക്ക്, ലോക ഇൻപത്തിലേക്ക് ജനത്തെ വലിച്ചഴയ്ക്കുന്ന കള്ളപ്രവാചകന്മാർ ഇറങ്ങി വരുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ കൃത്യമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ നിത്യകനാനെ കുറിച്ചിട്ടുള്ള ദർശനം കുത്തിയിരുന്ന ദൈവസന്നിധിയിൽ പ്രാപിക്കാത്ത ഒരുവനും നിത്യതയെ കാണത്തില്ല. എന്തിനാണ് നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നത്? ഇത് നശിച്ചു പോകുന്നതാണ്. നേരത്തെ നമ്മൾ വായിച്ച് ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു, അഴിഞ്ഞു പോകുന്നതാണ്. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. പൂർവ്വപിതാക്കന്മാർ പോലും അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. എന്തായിരുന്നു? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം. യോസേഫ് യാത്ര പുറപ്പെടുമ്പോൾ അവൻ്റെ ഭൗമികമായ ശരീരം 110 വയസ്സായപ്പോൾ എന്ത് ചെയ്യുന്നു? അഴിഞ്ഞു പോകുമ്പോൾ
അവശേഷിക്കുന്ന അസ്ഥിയെക്കുറിച്ചും ആജ്ഞാപിച്ചു. നിങ്ങൾ പുറപ്പെടുമ്പോൾ നിങ്ങൾ ഈ അസ്ഥിയെ കൊണ്ട് വേണം കനാനിൽ കിടക്കാൻ. അന്നത്തെ ഭക്തന് അസ്ഥിയെ കൊണ്ട് കനാനിലേക്ക് പോകണമെന്ന് ആഹ്വാനം ചെയ്തെങ്കിൽ പുതിയ നിയമസഭയിലെ ദൈവത്തിൻ്റെ മക്കൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊടുത്തിരിക്കുമ്പോൾ എത്ര അധികം ആത്മീയ കനാനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാകണം. ഇത് എത്ര പറഞ്ഞാലും എത്ര പഠിച്ചാലും ജനത്തിന് എന്ത് മതി? ലോകത്തിൻ്റെ കാര്യം മതി. അവസാനം എന്ത് ചെയ്യും? എല്ലാം നശിക്കും. കൂട്ടത്തിൽ അവരും എന്ത് ചെയ്യും? നശിക്കും. ഇന്നലെ ഒരാളോട് ഞാൻ സുവിശേഷം പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയാമോ? നിത്യജീവനെ കുറിച്ചിട്ടുള്ള കാര്യം പറഞ്ഞപ്പോൾ അത് അപ്പോഴല്ലേ, അത് അപ്പോഴും നോക്കിയാൽ പോരെ. ബോർഡില്ലാത്ത ബസ്സിൽ കയറി യാത്ര ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. എത്താനുള്ള സ്ഥലമാണ് ബോർഡ് എന്ത് ചെയ്യണ്ടേ എഴുതി വെച്ചിരിക്കുന്നത്. ആ ബോർഡ് നോക്കാതെ ബസ് ഏത് ബസ്സാണെന്ന് നോക്കിയിട്ട് ആദ്യം വരുന്ന ബസ്സിൽ കയറിയാൽ എത്താനുള്ള സ്ഥലത്ത് എത്തുമോ? ഇല്ല. ബോർഡ് വായിച്ചിട്ടേ ആൾക്കാർ കയറത്തുള്ളൂ. ഒരു സഭയിൽ വിശ്വാസികൾ ആദ്യം അതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ സഭയുടെ ബോർഡ് എന്താണെന്ന് എന്ത് ചെയ്യണം? വായിക്കണം. സിയോനിലേക്കുള്ള ബോർഡാണോ അവിടെ ഇരിക്കുന്നതെന്ന് എന്ത് ചെയ്യണം? നോക്കണം. നിത്യ കനാനെ ലക്ഷ്യമാക്കിയാണോ അവർ യാത്ര ചെയ്യുന്നതെന്ന് എന്ത് ചെയ്യണം? അവർ നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യാവൂ? അല്ലാത്ത പക്ഷം പതുക്കെ എന്ത് ചെയ്യണം? ഇറങ്ങിപ്പോണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലല്ലാതെ വചനത്താലല്ലാതെ ദൈവിക ദർശനം എന്ത് ചെയ്യത്തില്ല? ഉണ്ടാകത്തില്ല. അങ്ങനെ ഫറവോന്റെ അധികാരത്തിൽ നിന്നും നമുക്കറിയാം, ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് പുറപ്പെടാൻ അനുവദിക്കാതെ വണ്ണം ഫറവോൻ ഒത്തിരി ഒത്തുതീർപ്പുകൾ എന്ത് ചെയ്യുന്നു? വയ്ക്കുന്നു. ആ ഒത്തുതീർപ്പുകളിൽ ഒന്നും തന്നെ മോശ എന്ത് ചെയ്യുന്നില്ല? വഴങ്ങുന്നില്ല. കോംപ്രമൈസ് ചെയ്യാത്ത ആളായിരിക്കണം ശുശ്രൂഷക്കാരൻ. ഇല്ലാത്ത പക്ഷം ജനത്തെ ഫറവോന്റെ അടിമത്വത്തിൽ നിന്നോ അവിടത്തെ വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികളിൽ നിന്നോ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളിൽ നിന്നോ ഇരുട്ടിന്റെ അധികാരങ്ങളിൽ നിന്നോ ജനത്തെ വിടിവിച്ചു കൊണ്ടുപോകാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ജനത്തിന് ഈ കാര്യമൊന്നും വേണ്ട. ഇന്നും അത്ഭുതം ചെയ്യുന്ന ക്രിസ്തുവിനെ കാണാനാണ് താല്പര്യം. ക്രൂശിൽ സംഭവിച്ച എന്താണെന്ന് കാണാൻ എന്തില്ല? താല്പര്യമില്ല. പുനരുദ്ധാനത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കാണാനുള്ള താല്പര്യം ഇല്ല. കർത്താവിന്റെ വരവിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാനുള്ള താല്പര്യം ഇല്ല. അടിസ്ഥാനങ്ങളുള്ളതുമായ നിത്യ നഗരം എന്താണെന്ന് കാണാനുള്ള താല്പര്യം ജനത്തിന് ഇല്ല. പൂർവ്വപിതാക്കന്മാർക്ക് ആ ലക്ഷ്യമുണ്ടായിരുന്നു. ഒന്ന് ആലോചിക്കണം. അവരെ എടുത്ത് എഴുതിയിട്ടാണ് പുതിയ നിയമസഭയിൽ ആത്മാവ് ലഭിച്ച വിശ്വാസികൾക്ക് ബോധ്യം വരുത്താനും നിത്യജീവനിലേക്ക് അവരെ കൊണ്ടെത്തിക്കുവാനും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നത്? വചനത്തിലൂടെ, ശുശ്രൂഷക്കാരിലൂടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ദൈവവിളിയിലെ സൗന്ദര്യം മാതാപിതാക്കൾ എന്ത് ചെയ്തു? കുഞ്ഞിൽ കണ്ടു. അത് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, രാജാവിൻ്റെ ഈ കൽപ്പന പേടിച്ചിട്ടാണ് ഈ പെട്ടകത്തിൽ എന്ത് ചെയ്തത്? വിട്ടതെന്ന്. പക്ഷെ അതല്ല. അവനെ കുറിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതി വരും സമയത്തിൽ എന്ത് ചെയ്യും? സംഭവിക്കും. അതിലേക്ക് വേണ്ടി രാജാവിൻ്റെ കൽപ്പനയെ ഒരല്പം പോലും എന്ത് ചെയ്തില്ല? ഭയപ്പെടാൻ ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എബ്രായർ 11:23. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം എന്ത് ചെയ്തു? ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ, അപ്പോൾ വിശ്വാസത്താലാണ് എന്തുള്ള വളർച്ച. ശരിയായ വചനത്തിലെ വിശ്വാസമില്ലെങ്കിൽ വളർച്ചയില്ല. മനസ്സിലാകുന്നുണ്ട്? വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും. അപ്പൊ വളർച്ച എങ്ങനെ അറിയാം? പാപത്തിന്റെ തൽക്കാല ഭോഗത്തെ ഒഴിവാക്കുന്നതാണ് വളർച്ച. വളർച്ചയുടെ ലക്ഷണം മനസ്സിലായോ? വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ എന്ത് ചെയ്തു? പാപത്തിന്റെ തൽക്കാല ഭോഗത്തെ എന്ത് ചെയ്തു? ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അതാണ് ആത്മീയ വളർച്ചയുടെ ലക്ഷണം. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലാത്തവരെന്ത് ചെയ്യുന്നില്ല? വളർച്ചയില്ല. ഈ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. വളർച്ചയുടെ രണ്ടാമത്തെ ലക്ഷണം എന്താണ്? ദൈവജനം നിത്യ കനാനിലേക്ക് അവരെയും കൂടെ കൊണ്ടെത്തിക്കുവാൻ അതൊരു കഷ്ടപ്പാടാണ്. ആ കഷ്ടപ്പാട് ശുശ്രൂഷയിൽ എന്തുണ്ട്? ശുശ്രൂഷയിലെ കഷ്ടപ്പാടെന്താണ്? കർത്താവ് ചെയ്ത കാര്യം സഭയാകുന്ന ശരീരത്തിന് എന്ത് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, കർത്താവ് ചെയ്ത കാര്യങ്ങൾ സഭയാകുന്ന അവൻ്റെ ശരീരത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? പൂരിപ്പിക്കുന്നു എൻ്റെ ജീവിതം. കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്. അപ്പോൾ കർത്താവിൻ്റെ കഷ്ടത്തിലെ കുറവെന്താണ്?
സഭയാകുന്ന ശരീരത്തിന് കർത്താവ് ചെയ്ത കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം അക്ഷരാർത്ഥത്തിൽ കർത്താവ് ഇന്ന് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ഉണ്ടോ? പക്ഷെ പൗലോസ് പറഞ്ഞെന്താണ്? കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് അവൻ്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? പൂരിപ്പിക്കുന്നു. കൊലോഷ്യൻസ് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യമാണത് പറയുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കും. തലയാണ് ആര്? ക്രിസ്തു. നമുക്ക് തന്നെ അറിയാമല്ലോ, ഈ തലയിൽ നിന്ന് നമ്മുടെ തന്നെ ശരീരത്തിലേക്ക് ഈ സ്പൈനൽ കോഡ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ബ്രെയിനിലുള്ള എല്ലാ സന്ദേശങ്ങളും എന്ത് ചെയ്യുന്നത്? എത്തുന്നത്. ഈ സ്പൈനൽ കോഡിന് ഡാമേജ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തലയിലുള്ള ഒരു സന്ദേശവും ബോഡി എന്ത് ചെയ്യത്തില്ല, സെൻസ് ചെയ്യത്തില്ല. എന്ന് പറഞ്ഞതുപോലെ സഭയാകുന്ന ശരീരത്തിന് തലയാകുന്ന ക്രിസ്തുവിൽ നിന്ന് ഈ സ്പൈനൽ കോഡിൽ ബോഡിയിലേക്ക് സന്ദേശം എത്തുന്നത് പോലെ ശരിയായ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം സഭയ്ക്കുണ്ടാകാത്ത പക്ഷം ആ ശരീരം എന്താണ്? ക്രിസ്തുവിൻ്റെ സന്ദേശം എന്ത് ചെയ്യത്തില്ല, ശരീരത്തിൽ എത്തത്തില്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? കർത്താവ് ക്രൂശിൽ കഷ്ടത എന്ത് ചെയ്തു? അനുഭവിച്ചു. ഈ ക്രൂശിൽ കഷ്ടം അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് പുനരുദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തു. ആ കനാനെ കുറിച്ചിട്ടുള്ള ബോധ്യം എന്ത് ചെയ്യുന്നു? ഇവിടെ അപ്പോസ്തലന്മാർക്ക് കൊടുക്കുമ്പോൾ ശരീരത്തിന് ഈ തലയിൽ നിന്ന് ഈ സ്പൈനൽ കോഡ് വഴി സന്ദേശം എത്താൻ തടസ്സമായിരിക്കുന്നത് പോലെ ഒരു തടസ്സമുണ്ട്. കാര്യം ജനത്തിന് അല്ലെങ്കിൽ ഈ ശരീരത്തിന് ഈ കാര്യം എന്ത് ചെയ്യുന്നില്ല, തല ചെയ്തിരിക്കുന്ന കാര്യം എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. അപ്പോൾ പൗലോസ് പറഞ്ഞു, കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ള ഒരു കഷ്ടമുണ്ട്. എന്താണ് ആ കഷ്ടം? ശരീരത്തിന് ഈ കാര്യം ബോധ്യപ്പെടുത്താൻ കർത്താവ് ആളത്തമായിട്ട് എന്ത് ചെയ്യുന്നില്ല, വന്ന് ആ ദൗത്യം ചെയ്യുന്നില്ല. ആ കുറവായുള്ള ദൗത്യം തീർക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഇതാണ് ദൈവജനത്തോടു കൂടിയുള്ള കഷ്ടം അനുഭവിക്കാൻ ആത്മീയമായി വളർച്ച ലഭിച്ചവർക്ക് ഉണ്ടാകുന്ന അനുഗ്രഹം. മോശ അതെന്ത് ചെയ്തു? തിരഞ്ഞെടുത്ത്. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ചിന്തിക്കുന്ന ഈ 14 ലേഖനങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ശരീരത്തിന് ഈ തലയിൽ നിന്നുള്ള സന്ദേശം എത്തിക്കേണ്ടതിന് പൗലോസിൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത് അത് ചെയ്തത് കൊണ്ടാണ് ആ ശരീരത്തിലേക്ക് ഈ സന്ദേശം എന്ത് ചെയ്യുന്നത്, എത്തുന്നത്. അപ്പോൾ പൗലോസ് പറഞ്ഞത് ശരിയായിരുന്നു. കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് ഞാൻ അവൻ്റെ ശരീരത്തിന് വേണ്ടി, അവൻ്റെ സഭയ്ക്ക് വേണ്ടി എൻ്റെ ശരീരത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? അത് ഏൽപ്പിച്ചു കൊടുത്ത് ആ ദൗത്യം ഞാൻ എന്ത് ചെയ്യുന്നു? ഏറ്റെടുക്കുന്നു. അല്ലാത്ത പക്ഷം ശരീരം ഈ കാര്യം, തല ചെയ്ത കാര്യം എന്താണെന്ന് മനസ്സിലാക്കത്തില്ല. ആ കഷ്ടം അന്നുകൊണ്ട് ഇന്നുകൊണ്ട് കർത്താവിൻ്റെ വരവരെയും കാണും. ജനത്തിന് എന്ത് ചെയ്യത്തില്ല? തല ചെയ്ത കാര്യം എന്താണെന്ന് ബോധ്യം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ബോധ്യം ആക്കാനാണ് എന്ത് ചെയ്യുന്നത്? ശ്രമിക്കുന്നത്. ആ കഷ്ടം, അപ്പോൾ ആത്മീയത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തെ വിട്ടുകളഞ്ഞിട്ട് ദൈവജനത്തോടു കൂടി കഷ്ടമനുഭവിക്കും. കാരണം അവനെ എന്ത് ചെയ്യണം? നിത്യകനാനിൽ എത്തിക്കണം. കർത്താവിൻ്റെ സഭയുടെ ശരീരത്തിൽ അംഗങ്ങളായിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടി അവരെ നിത്യതയിൽ എത്തിക്കുവാനുള്ള ഒരു കഷ്ടമാണ്. അത് ആത്മീയ വളർച്ചയുടെ ലക്ഷണമാണ്. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ച് മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട്. എല്ലാവരും പ്രതിഫലം നോക്കിയിട്ടാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്. മോശ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള സ്ഥാനപ്പേരിൽ ഇരിക്കുന്നു. ഫറവോന്റെ കൊട്ടാരത്തിൽ എല്ലാ അധികാരങ്ങളുള്ളവനായിട്ട് എന്ത് ചെയ്യുന്നു? ജീവിക്കുമ്പോൾ തൻ്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുകയാണ്. എന്താണ് വിലയിരുത്തിയത്? പ്രതിഫലം. ഏത് പ്രതിഫലമാണ് ഉത്തമമാണ്? നേരത്തെ നമ്മൾ വായിച്ചു, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം എന്ത് ചെയ്യരുത്, തള്ളിക്കളയും. മഹാപ്രതിഫലം എന്താണ്? വരാനുള്ളവൻ വരും. വരുമ്പോൾ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ തന്നോടുകൂടെ എന്ത് ചെയ്യും? ജീവിക്കും. അതാണ് മഹാപ്രതിഫലമുള്ളത്. ഇവിടെ 11-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെയും വായിക്കുന്നത് എന്താണ്? എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്ന ദൈവം എന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? ഇവിടെ ദൈവം തരുന്ന പ്രതിഫലം എന്താണ്? വരാനുള്ളവൻ വരും, താമസിക്കയില്ല, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ
തന്നോടുകൂടെ നിത്യതയിൽ ജീവിക്കും. അതാണ് ദൈവം തരുന്ന പ്രതിഫലം. അല്ലാതെ വരുന്ന ഒരു വിശ്വാസി ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ ഇവൻ ഉദ്ദേശിക്കുന്ന എന്തോ പ്രതിഫലം ഇവൻ എന്ത് ചെയ്യണം? കിട്ടണം. അതുകൊണ്ട് അവൻ അതിനെ വച്ചും കൊണ്ട് ഈ വചനവും കൂടെ എടുത്തുകൊണ്ട് അങ്ങ് വരും. എങ്ങനെയാണ് വരുന്നത്? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ഞാൻ വന്നിരിക്കുന്നു, വിശ്വാസത്തോടെ വരണമെന്നും ദൈവം പ്രതിഫലം തരുന്നു എന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ദൈവം ഞാൻ ഉദ്ദേശിക്കുന്ന പ്രതിഫലം എനിക്ക് എന്ത് ചെയ്യും? തരുമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ വിശ്വാസം കൊണ്ടൊന്നും ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ വില പോകത്തില്ല. ഗ്ലോറി ടു ഗോഡ്. അവിടെ കിടന്ന് എന്ത് ചെയ്യാം? ചാടാം. ആകാശത്തിലെ ദുഷ്ടാത്മ സൈന്യം അവനെ എന്ത് ചെയ്യും? റാഞ്ചിക്കൊണ്ടുപോകും. എന്ത് കിട്ടുമെന്നാണ് ദൈവസന്നിധിയിൽ വിശ്വസിക്കേണ്ടത്? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന പ്രതിഫലം. എന്താണ് പ്രതിഫലം? പ്രതിഫലം നോക്കിയത് കൊണ്ട് ഇവിടെ മോശ ഒരു കാര്യം പറയുന്നു. 10-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ കാണുന്നത് എന്താണ്? വരുവാനുള്ളവൻ വരും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അതിന്റെ തൊട്ടുമേളിൽ വായിക്കുന്ന എന്താണ്? അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. എന്താണ് മഹാപ്രതിഫലം? വരാനുള്ളവൻ വരുമ്പോൾ തന്നോടുകൂടെ തേജസ്കരിക്കപ്പെടുകയോ നാം മരിച്ചു പോയി കഴിഞ്ഞാൽ തന്നോടുകൂടെ പുനരുദ്ധാനം പ്രാപിച്ച് എടുക്കപ്പെടുകയോ ചെയ്യുന്നതാണ് മഹാപ്രതിഫലമുള്ളത്. അത് പ്രാപിപ്പാൻ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്ന ദൈവം. എവിടെ? മധ്യാകാശത്തിൽ. ആ പ്രതിഫലം കിട്ടാനാണോ വരുന്നത്? അപ്പൊ ഭൂമിയിൽ എന്ത് പ്രതിഫലം? മോശ എന്ത് ചെയ്തു? പറയുന്നു ഭൂമിയിലെ പ്രതിഫലം എന്താണ്? പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള സ്ഥാനപ്പേരിൽ ഇരിക്കാനോ കൊട്ടാരത്തിലുള്ള എല്ലാ അധികാരങ്ങൾ ഉള്ളവനായിട്ടിരിക്കാനോ അല്ല. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഭൂമിയിലെ വലിയ പ്രതിഫലം ഈ ജനത്തെ നിത്യ കനാനിലേക്ക് എത്തിക്കേണ്ടുന്നതിന് ദൈവജനത്തോടു കൂടി കഷ്ടമനുഭവിക്കുന്നതാണ് ഏറ്റവും വലിയ ഭൂമിയിലെ പ്രതിഫലം. അപ്പൊ രണ്ട് പ്രതിഫലത്തെക്കുറിച്ചും ഒരു വിശ്വാസി കാണണം. വരാനുള്ളവൻ വരുമ്പോൾ തന്നോടുകൂടെ തേജസ്കരിക്കപ്പെടുകയോ തന്നോടുകൂടെ പുനരുദ്ധാനം പ്രാപിച്ച് മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്ന ഒരു പ്രതിഫലം. ഭൂമിയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ് നിത്യ കനാനിലേക്ക് ഒരു കൂട്ടം ജനത്തെ വിടിവിച്ചു കൊണ്ടുപോകേണ്ടുന്നതിന് കർത്താവിനോടുകൂടി കഷ്ടമനുഭവിപ്പാനാണ് നിന്റെ ജീവിതത്തെ നീ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നീ വിശ്വാസത്തിന്റെ വളർച്ച അറിയുന്ന വ്യക്തിയാണ്. വിശ്വാസത്താൽ പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങൾ എന്ത് ചെയ്തു? ഉപേക്ഷിച്ച് കളഞ്ഞു. ദൈവജനത്തോടുകൂടി കഷ്ടമനുഭവിക്കുന്ന എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള സ്ഥാനപ്പേര് എന്ത് ചെയ്തു? ഉപേക്ഷിച്ച്. കൊട്ടാരത്തിലെ സകല അധികാരങ്ങളും മഹിമകളും എന്ത് ചെയ്തു? ഉപേക്ഷിച്ച് 30 ലക്ഷത്തോളം ജനത്തെ കനാനിലേക്ക് എത്തിക്കേണ്ടുന്നതിന് തൻ്റെ ജീവിതത്തെ എന്ത് ചെയ്തു? സമർപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ജനം മോശ എന്ത് ചെയ്തത്? വിശ്വസിച്ച. കാരണം ദൈനംദിനം അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ, അവരോടുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ മോശയിലൂടെ ജനത്തോട് എന്ത് ചെയ്തു? വെളിപ്പെടുത്തുകയും ചെയ്തപ്പോൾ ജനം എന്ത് ചെയ്തു? ദൈവത്തെ വിശ്വസിച്ചു, ദൈവം അയച്ചവനെയും വിശ്വസിച്ചു. മനസ്സിലായോ? പക്ഷെ കനാന്റെ യഥാർത്ഥമായ അനുഭവത്തിലേക്ക് വരുമ്പോൾ അവർ താൽക്കാലികമായ കാര്യങ്ങളിലേക്ക് അവർ എന്ത് ചെയ്തു? തിരിഞ്ഞു. കേവലം നശിച്ചു പോകുന്ന ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ കലഹം എന്ത് ചെയ്തത്? ഉണ്ടാക്കിയത്. ദൈവം അവരെ എന്ത് ചെയ്തു? കൈവിട്ടു. വിശ്വാസത്താൽ പ്രവേശിച്ചത് യോശുവയും കാലേബും മാത്രമാണ്. ഗ്ലോറി ടു ഗോഡ്. നമ്മളും ഈ യാത്രയിലൂടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ യാത്ര വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടുന്നതിന് പുത്രനെ നമ്മൾ എന്ത് ചെയ്യണം? ചുംബിച്ചു കൊള്ളണം. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ പാദത്തിലേക്ക് ഞങ്ങളെ തന്നെ എന്ത് ചെയ്യുന്നു? താഴ്ത്തി ഏൽപ്പിക്കും. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ ഞങ്ങൾ നോക്കും. ഞങ്ങളുടെ യാത്ര മധ്യാകാശത്തിൽ പൂർത്തീകരിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾ എന്ത് ചെയ്യണമേ? സഹായിക്കണം. അപ്പൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ ഭൂമിയിൽ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആരാധിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത് നമ്മൾ തുടർമാനമായും ചെയ്യും. എറ്റേണിറ്റിയിൽ ദൈവത്തോടുകൂടി നിത്യമായി വലിയവനായ ദൈവത്തെ നമ്മൾ ആരാധിക്കും. ആ ആരാധനയുടെ ആരംഭമാണ് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തുടങ്ങിയിരിക്കുന്നത്. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം തൻ്റെ നാളിൽ അവൻ്റെ വരവിൽ നമ്മെ തന്നോടുകൂടെ ചേർക്കുമ്പോൾ ആ പ്രവൃത്തി മധ്യാകാശത്തിൽ കർത്താവ് പൂർത്തീകരിക്കും. ആ പൂർത്തീകരണ പ്രക്രിയ അനധിവിദൂര ഭാവിയിൽ നടക്കും. അതിനുവേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വചനങ്ങളാൽ പൂർവ്വഭക്തന്മാർ അവർ അനുഗമിച്ച
ക്രിസ്തുവിൻ്റെ പാതകൾ നമുക്ക് നോക്കാം. അതിലൂടെ നമ്മുടെ ജീവിതങ്ങളെ തിരുത്താം, ക്രമപ്പെടുത്താം, അനുദപിക്കാം, മാനസാന്തരപ്പെടാം, രൂപാന്തരപ്പെടാം. തൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും അങ്ങേക്കർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ.